Lose yourself in this love. നമ്മുടെ കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ട് വന്ന ഒരാളാണ് ഇപ്പോൾ ഒളിയുടെ കല്യാണം. അപ്പം എനിക്കാണെങ്കിലും നേരത്തെ ഞങ്ങൾ കുഞ്ഞിലേക്കാണെങ്കിലും മീൻസ് അമ്മയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആകെയുള്ള കൂട്ട് അവളായിരുന്നു. പിന്നെ കല്യാണത്തിനൊക്കെ ആണെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ ഒപ്പത്തിൽ നിൽക്കുന്ന ഒരാൾ അവളായിരുന്നു. അപ്പം അത് പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. പിന്നെ ഇനി ഉടനെ കല്യാണങ്ങൾ വേറെ ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഇവക്കാണെങ്കിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ആകെയുള്ളൊരു കൂട്ട് അവളായിരുന്നു. അപ്പം അവൾ കിട്ടിപ്പോകുന്നത് കൊണ്ട് നല്ല കാര്യം, നടക്കേണ്ടതാണല്ലോ. പിന്നെ എന്താ, നന്നായിട്ട് വരട്ടെ, ലൈഫ് മറ്റേ മാരിഡ് ലൈഫ് സൂപ്പറായിട്ടിരിക്കട്ടെ. ഒലിക്ക് ചേട്ടനും ഹാപ്പി മാരിഡ് ലൈഫ്. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പരിശുദ്ധൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം
ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, ഈ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങയുടെ തിരുമനസ് നിറവേറ്റാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. ആത്മീയോശാര്യമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവുകളിൽ വസിക്കാത്തവനും സഹോദരനോട് തിന്മ ചെയ്യാത്തവനും അയൽക്കാരനെതിരെ പ്രേരണയ്ക്ക് വഴങ്ങാത്തവനും ദുഷ്ടനോട് കൂട്ടുചേരാത്തവനും ദൈവഭക്തനെ മാനിക്കുന്നവനും സത്യപ്രതിജ്ഞയെ ലംഘിക്കാത്തവനും അന്യായ പലിശ വാങ്ങാത്തവനും ഇങ്ങനെ നിർദോഷയ്ക്കെതിരായി കൈക്കൂലി വാങ്ങാത്തവനും ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാകുന്നു. അവരൊരിക്കലും വിളകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ ഹൃദയത്തിൽ ഉദാത്തമായ ആശയം തുറച്ചു നിൽക്കുന്നു. ഈ ഗീതം ഞാൻ രാജാവിന് സമർപ്പിക്കുന്നു. തയ്യാറാക്കിയിരിക്കുക എഴുത്തുകാരന്റെ തൂലികയ്ക്ക് തുല്യമാണ് എന്റെ നാവ്. നീ മനുഷ്യ മക്കളിൽ ഏറ്റവും സുന്ദരനും. നിന്റെ അതിരങ്ങൾ വാചാല വിലാസം തുളുമ്പുന്നു. ദൈവം നിന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു. വീരപുരുഷ, മഹത്വത്തിന്റെ തേജസ്സിന്റെ വാൾ അരയിൽ ധരിക്കുക. സത്യത്തിനും നീതിയുടെ സംരക്ഷണത്തിനും വേണ്ടി പ്രതാപത്തോടെ വിജയത്തിലേക്ക് മുന്നേറുക. നിന്റെ വലത് കൈ ഭീതി വിതയ്ക്കട്ടെ. രാജശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്റെ കൂരമ്പുകൾ തറയ്ക്കുകയും ജനതകൾ നിന്റെ കീഴിൽ അമരുകയും നിന്റെ ദിവ്യ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. നിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടനെ വെറുക്കുകയും ചെയ്യുന്നു. ആകയാൽ നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. See the stars, but we're reaching. Trying to get through the dark on a feeling. Oh, lost our gravity, now we're weightless. But I know in my heart we can take this. We got monsters in our closets, had a reason, but we lost it, no direction. We've been calling through the night, through the night. If love is a lie, then why do we need it? We swear we're alive, but we're falling to pieces. We fight like lions, we howl at the moon. We should be fine, instead we bury the truth. But
We're beautiful creatures. മെലഡൂര് കൊടിയൻ ഫാമിലിയിലെ സാമൂഹ്യലും മന്ദാനം വടക്കന്തല ഒലിവിയായാലും വടക്കന്തല കുടുംബത്തിലെ ഒലിവിയായും കൂടെ ഒന്നായിത്തീരുന്ന നിമിഷങ്ങളാണ്. ഞങ്ങളുടെ മെലഡൂർ ഇടവകയിലേക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പുതിയൊരംഗം കൂടെ കടന്നു വരികയാണ്. തീർച്ചയായിട്ടും എല്ലാ മംഗളങ്ങളും രണ്ടുപേർക്കും നേരുകയാണ്. പുതിയ കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ പേര് തന്ന 2 സാക്ഷികൾ കൈ ഉയർത്താവോ? പേര് തന്നവരെ 2 പേര് സാക്ഷികൾ. നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഉണ്ണീശോയുടെ കരങ്ങളിലേക്ക് ഇന്ന് വിവാഹമെന്ന കൂദാശ വഴി തിരുസഭയുടെ അടിസ്ഥാന ഘടകമായ കുടുംബത്തിന് രൂപം കൊടുക്കുവാൻ ഒരുങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട സാമുവലിനെയും ഒലിവിയെയും ചേർത്ത് വയ്ക്കാം. ഇരുവരുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഒപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇപ്പോഴും ഈ ദേവാലയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും മനസ്സിൻ്റെ സ്വകാര്യ നൊമ്പരങ്ങളും ഈശോയുടെ ബലിപീഠത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം നമുക്ക് പങ്കെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭത്തിൽ വീണാടിയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട സാമുവേലിനെയും ഒലിവിയെയും അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്റെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം മാന്ത്രികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നുവഞ്ചിതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിപതിനേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആത്മീയ സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. പാടുന്നു ഈശോമാതാവിനയമോടി നീച്ചു പുകഴ്ത്തുന്നു. മത്തിനു നിത്യമഹോന്നതമാം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ പരിപാവനാം ഗണവാനേ പരിപാവനാം ആദ്യനേ കാരുണ്യം നീ സുരിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിലുള്ള വായന. കർത്താവെ ആശീർവദിക്കണം. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവ്. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. അധ്യായം 2 തിരുവചനങ്ങൾ 1 മുതൽ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെയുണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെയുണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തര വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. യേശുവിൽ സ്നേഹം നിറഞ്ഞ സാമുവൽ, ഒലിവിയ, നിങ്ങൾ രണ്ടുപേരും വളരെ സുന്ദരന്മാരും സുന്ദരിയുമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നല്ല തീരുമാനം എടുക്കാൻ പോകുന്നതിന് മുമ്പത്തെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഒന്ന് സന്തോഷത്തോടേക്ക് ഇരിക്കും, റിലാക്സ് ആവും. അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങളെ ഒരുക്കി ഇത്രയും പ്രായത്തിലെത്തിച്ച് നല്ല രീതിയിൽ നിങ്ങളിവിടെ വരെ എത്തിച്ചു. മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്ദി പറയണം. നന്ദി പറയേണ്ട ഒരു ദിവസമാണ് ഇന്ന്. കാരണം എന്താ? നിങ്ങളെ ഇത്രയും വരെ എത്തിച്ച്, ഇവിടം വരെ എത്തിച്ച് നിങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നതിന് ഇടയാക്കി തീർത്തു, അല്ലേ? അപ്പൊ നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്ദി പറയണം. നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി, ഇറ്റേണിറ്റിക്ക് വേണ്ടി സൃഷ്ടിച്ചു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഈ ഭൂമിയിൽ നിന്ന് വരാൻ പോകുന്ന ആ സ്വർഗം വരെ ഒന്ന് ചേർന്ന് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഏദൻ തോട്ടത്തില് ദൈവം അങ്ങനെയാണ് ആഗ്രഹിച്ചത്. ഏദൻ തോട്ടം ആദത്തിനും ഹവ്വയ്ക്കും കൊടുത്തപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ ഇവിടെ വളർന്ന് പരിപാലിക്കുവിൻ, ഈ തോട്ടത്തെ പരിപാലിക്കുവിൻ എന്ന് പറഞ്ഞ് അവർക്ക് ഏദൻ തോട്ടം കൊടുത്തു. പക്ഷെ ചില സമയങ്ങളിൽ പ്രലോഭനങ്ങൾ വന്നപ്പോൾ അവരുടെ ഏദൻ തോട്ടം അവർക്ക് നഷ്ടമായി. പിന്നീട് നമ്മൾ കാണുന്നത് ദൈവം രണ്ടാമതായി ഒരു ഏദൻ തോട്ടം കൊടുത്തു. അതെവിടെയാണ്? കാൽവരി. ഫ്രാൻസിസ് ഡി സാലസ് പറയുന്നത്, കാൽവരി ഇസ് ദ മൗണ്ട് ഓഫ് ലവേഴ്സ്. അതായത് കാൽവരിയാണ് സ്നേഹിതരുടെ ഏറ്റവും വലിയ കൂടാരം എന്നാണ് പറയുന്നത്. കാൽവരി എന്താണ് നമ്മൾ കാണിച്ചു തരുന്നത്? അവിടെ യേശു കുരിശിന്മേൽ തൂങ്ങി മരിച്ചു കിടക്കുന്ന വലിയ ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ എല്ലാവരെയും രക്ഷ നൽകാൻ വേണ്ടി, വിവാഹിതർക്ക് വിവാഹ ജീവിതത്തിൽ രക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് യേശു കുരിശിൽ മരിച്ചത്. എങ്ങനെയാണ് ഈശോ മരിച്ചത്? സ്വയം സമർപ്പിച്ച്, തൻ്റെ സ്വന്തം ഇഷ്ടങ്ങളൊക്കെ പൂർണ്ണമായും വിട്ടുകൊടുത്ത്, തൻ്റെ ഇഷ്ടങ്ങൾ മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച് പൂർണ്ണമായും വിട്ടുകൊടുത്ത് മരിച്ചു.
അതുകൊണ്ട് നിങ്ങളിരിക്കുന്ന ഈ പീഠം, നിങ്ങളിരിക്കുന്ന ഈ കസേര ഒരു പ്രതീകമാണ്. എന്തിന്റെ പ്രതീകമാണ്? കാൽവരിയിൽ ദൈവം കുരിശിന്മേൽ തൂങ്ങിക്കിടന്ന ഒരു വലിയ സമർപ്പണത്തിന്റെ പ്രതീകമാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇന്ന് സമർപ്പണം എടുക്കാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യമേ തന്നെ കാഴ്ച സമർപ്പണം നടത്തി, അല്ലേ? ആദ്യമേ തന്നെ കാഴ്ച സമർപ്പണം നടത്തി. എന്ത് കാഴ്ച സമർപ്പണമാണ് നടത്തിയത്? നിങ്ങൾ ഭൗതിക വസ്തുക്കൾ വെച്ച്, അതായത് ആപ്പിള്, മുന്തിരി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വെച്ച് കാഴ്ച സമർപ്പണം നടത്തി. പക്ഷെ ഈ വിവാഹം എന്ന ജീവിതം നമ്മൾ എടുക്കുമ്പോൾ, വിവാഹം എന്ന ഉദാശ എടുക്കുമ്പോൾ ദൈവം എന്താണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ആത്മാർത്ഥമായ സമർപ്പണം. ആത്മാർത്ഥമായ, അതിലെന്തൊക്കെ വേണം? ബുദ്ധി വേണം, മനസ്സ് വേണം, ശരീരം വേണം. ഈ 3 കാര്യങ്ങൾ, ആത്മാവും വേണം. ഇങ്ങനെ ഈ 4 കാര്യങ്ങളും ഒന്നിച്ചു ചേരുമ്പോൾ മാത്രമാണ് അവിടെ ഒരു സമർപ്പണം പൂർണ്ണമാകുന്നത്. പലപ്പോഴും പല വിവാഹ ജീവിതത്തിലും പങ്കാളിയായിട്ടുള്ളവർ കണ്ട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്ക് മടുപ്പ് അനുഭവപ്പെടാറുണ്ട്. കുറച്ച് നാൾക്ക് ശേഷം മടുപ്പ് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ചിലപ്പോൾ പങ്കാളിയെ കുറിച്ച് ഒരു മടുപ്പ് തോന്നാറുണ്ടെന്ന് പറഞ്ഞു. സ്ഥിരം കാണുന്നതും സ്ഥിരം സംസാരിക്കുന്നതും ആയ ചില സംഭവങ്ങൾ കേൾക്കുമ്പോൾ മടുപ്പ് തോന്നാറുണ്ട്. മറ്റു കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹം എന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ഞങ്ങളിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയപുത്രീ, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിൽ നയിച്ചല്ലോ. ആനന്ദിക്കുക പ്രിയപുത്രീ, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ ഇതാ തിരുമണവാളൻ ശരീരങ്ങൾ പ്രീതനമായി നിനക്കേകി, നിന്നെ ലഭിക്കാൻ സ്വയമേവം കുരിശിൽ പാവനബലിയായി. ആനന്ദിക്കുക പ്രിയപുത്രീ, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ ഇതാ തിരുമണവാളൻ പ്രിയമുള്ളവരെ, വിവാഹമെന്ന കൂദാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിവാഹത്തിൻ്റെ സാധുത അടങ്ങിയിരിക്കുന്നത് വിവാഹ ഉടമ്പടിയിലാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രിയപ്പെട്ട സാമുവലും ഒലിവയും കൃത്യമായ മറുപടി നൽകുക. വളരെയധികം സന്തോഷത്തോടും പൂർണ്ണമായ മനസ്സോടും കൂടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക. ഇരുവരുടെയും ഭാഗത്തുള്ള 2 സാക്ഷികൾ മുൻവശത്തേക്ക് കയറി നിൽക്കുക. സാമുവൽ, മെസ്സിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഒലിവിയയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? ഒലിവിയ, മെസ്സിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സാമുവലിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.
സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. താലി വെഞ്ചിരിപ്പ്. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളവുമായിരിക്കുകയും ചെയ്യട്ടെ. വെഞ്ചിരിപ്പ്. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മന്ത്രകോടി വെഞ്ചിരിപ്പ്. കൃപാവരത്തിന്റെ അനുസര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടിയെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, ഇവർ പരസ്പരം ഇവരണിയാൻ പോകുന്ന ഈ ജപമാലകളെ ആശീർവദിക്കണമേ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണവും സഹായവും ഈ ജപമാല ചൊല്ലുന്നതിലൂടെയും കഴുത്തിൽ അണിയുന്നതിലൂടെയും ഇവരിൽ ഉണ്ടാകുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മണ്ണിലെ വിണ്ണോട് ചേരാൻ കല്യാണരോഗനാഥൻ യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിലെ വിണ്ണോട് ചേർക്കാൻ കല്യാണരോഗനാഥൻ യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ പ്രിയമുള്ളവരെ, സാമുവേലും ഒലിവയെയും വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കിക്കൊണ്ട് ഇടവക സമൂഹത്തെ, വൈദികരെ, ദൈവത്തിനു മുമ്പിൽ ബന്ധുമിത്രാദികളെല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് പ്രതിജ്ഞ ചൊല്ലുകയാണ്. മരണം വരെ ഈ പ്രതിജ്ഞയോട് വിശ്വസ്തത പാലിക്കുവാൻ, നേരും നിറവും പുലർത്തുവാൻ പ്രിയപ്പെട്ട സാമുവേലിനും ഒലിവയ്ക്കും സാധിക്കട്ടെ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഇവർക്ക് പ്രാർത്ഥിക്കുക. ഇവരിരുവരും ഇപ്പോൾ പ്രതിജ്ഞ ഏറ്റുചൊല്ലുന്നതായി. മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുവാനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
വാർക്കൈ ദൈവേശമോടെ യാഗമെന്നർപ്പിച്ചോ. പിതാവിൻ സ്നേഹബലം റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, ശ്രദ്ധിക്കണമേ. ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായി മാറിയ ഔസേപ്പിന്റെയും ആതിഥ്യം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശിയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യമേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിനെ കബറിടമേ സ്തുതി. നിന്നെ നിശ്ചയിച്ച കൃപാകരം കടകളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനുദാനമായി നേടുവാൻ വലിയ മനോഹരമായിട്ടുള്ളൊരു പള്ളി, നല്ല പള്ളി എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ വന്നപ്പോൾ നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ചെരിഞ്ഞും മറഞ്ഞും കമന്നും ഭംഗിയായിട്ടെല്ലാം തന്നെ പകർത്താനായിട്ട് എല്ലാവരും ഈ 6 കൂട്ടുകാരും പരിശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ നല്ല ഗായക സംഘം, നല്ല ഭംഗിയായിട്ട് പൂക്കൾ വെല്ലിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ അലങ്കരിച്ചിട്ടുണ്ട്. ഹാളിൽ നല്ല ഭക്ഷണമല്ല സാധനം, നല്ല ഭക്ഷണം, അപ്പം എല്ലാം നന്നായിട്ടുണ്ട്. ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള കാലം നിങ്ങളുടെ ജീവിതം നല്ല ജീവിതമാകട്ടെ എന്ന് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷപ്രദമായ നല്ലൊരു കുടുംബജീവിതവും നല്ലൊരു ദാമ്പത്യ ജീവിതവും ആശംസിക്കുന്നു. വികാരിച്ചിൻ്റെ പേരിലും കൊച്ചസിൻ്റെ പേരിലും ഇടവക സമൂഹത്തിൻ്റെ പേരിലും ഒക്കെ രണ്ടുപേർക്കും എല്ലാ ആശംസകളും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Can't say that I'm falling for you, but lately I've been curious. If I told you that I was, would you take me serious? Or would you laugh right in my face as if there weren't a single way that me and you could work? I'm not saying that it would, but if things went a little different, would you feel the same? If I made a move, would you share my last name? I'm not saying that I'm falling, but if I was, would it be just me? Or would there be an us? Hypothetically, could I ever be the one for you? Or am I just so hypothetically so far out of your league? Just wondering if I were to end up going forward, would that mean that I'm the one who's falling? Hypothetically, could I ever be the one for you? Would you ever feel the same way too?
chemistry, well that would be ridiculous. Ain't like we were ever anything, and I ain't trying to be. I'm just wondering, hypothetically, if things went a little different, would you feel the same? If I made a move, would you share my last name? Hypothetically, could I ever be the one for you, or am I just too hypothetically so far out of your league? Just wondering if I were to end up going all in, would that be the only one who's falling? Hypothetically, could I ever be the one for you? Would you ever feel the same way too? I'm crawling around, searching for higher ground. Can't see in front of me, my enemies. I've tried every possibility, ability to know if I can bleed. If that's what you wanted, you won't get it tonight. 'Cause I can fly, I can fly, I can fly, yeah. I can fly. I'm crawling around, searching for higher ground. Can't see in front of me, my enemies. I've tried every possibility, ability to know if I can bleed. If that's what you wanted, you won't get it tonight. 'Cause I can fly, I can fly, I can fly, yeah. I can fly.
എല്ലാ ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഏറെ സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. സോ പ്ലീസ് എൻജോയ് യുവർ ഫുഡ്. ഹാവ് എ ഗ്രേറ്റ് ടൈം. എൻ്റെ ഈ ഫുഡിൽ പാടുന്നുണ്ട്. Now when I fall through the endless life, this day we laugh and cry, changing our ways with a broken mind forever. All of these questions left behind, swept away by the ocean tide, changing our ways with a broken mind forever. Summertime, I will find love that's one of a kind, to hold beside and fall behind. Wintertime, I will find more than what's on my mind, to run and hide far from the sight. Through this forever we stay together, through hopeless times, with all the color more like a treasure. We're hopeless minds. Wintertime, I will find more than what's on my mind, to run and hide far from the sight. Through this forever we stay together, through hopeless times, with all the color more like a treasure. We're hopeless minds. Dim dana dim dim na dim dana dim dim na dim dana dim dim na re. Dim dana dim dim na dim dana dim dim na dim dana dim dim na re. Now when I fall through the endless life, this day we laugh and cry, changing my ways with a broken mind forever. All of these questions left behind, swept away by the ocean tide, changing our ways with a broken mind forever. Looking in the stars and take a look down as he smiles so far away.
Let me take a gaze and sing out loud. Maybe I can make a change. Walking in the stars and take a look down. I see smiles so far away. Let me take a gaze and sing out loud. Maybe I can make a change. Do this forever, we stay together through hopeless times. With all the color, more like a treasure. We're hopeless minds. Chasing trails in firelight. I remember that same night we fell in love all over again. In the glow of the moonlight, holding you close beside, felt my heart racing, looking in your eyes. To be young and wild and having no cares. It's so different when love is in the air. I've been missing the moments we were there. Take me back in time. And driving through the clouds and gazing at them stars. It's so beautiful with you. Waking up to your smile, all dazed and dreamy-eyed. I fell in love all over again. Spotting birds and butterflies, losing all our sense of time. Every day was a memory we made. കുടുംബപ്രതിഷ്ഠ അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങത്തെ ഞങ്ങളുടെ സന്തോഷങ്ങൾ ജീവിതകാലം സജീവ സ്മരണ ഞങ്ങളതിന് നടത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ ഹൃദയമേ പിതാവേ മറിയമേ To be young and wild and having no cares. It's so different when love is in the air. I've been missing the moments we were there. Take me back in time. And driving through the clouds and gazing at them stars. It's so beautiful with you. And diving in the sea when it's just you and me. It's so beautiful with you.
so beautiful.